എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഒരു ബറാക്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ കാണാൻ പോകും. എൻ്റെ അനിയത്തിമാര് വർക്ക് ചെയ്ത ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അവിടെ. അത് ശരിക്കും നമ്മുടെ ഒരു കേരളത്തിനോട് ഏകദേശം കേരളം തമിഴ്നാട് ആ ഒരു ഇതാന്നാ പറഞ്ഞ ഒരു വെതറൊക്കെ എല്ലാം കൃഷിയും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ താമസിക്കുന്നത് എത്ര മിനിറ്റ് ഉണ്ട് അനുവേ? 1 hour. ഒരു 1 hour യാത്രയുണ്ട്. അപ്പം നമ്മൾ അത് കാണാൻ വേണ്ടി പോവാം. അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് കുറേ നാളെ വന്നപ്പോൾ തൊട്ട് ആഗ്രഹമായിരുന്നു അവിടെ ഒന്ന് പോകണം കാണണമെന്ന്. ഇപ്പോഴാണ് പറ്റിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബറാക്പൂർ വീഡിയോ. ഞങ്ങൾക്ക് ഇന്നാണ് ഞങ്ങൾക്ക് ഡ്രൈവറെ കിട്ടിയത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വല്ലപ്പോഴും ഡ്രൈവർ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ഇന്ന് ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഡ്രൈവറെയും കൂട്ടിക്കൊണ്ട് പോവാണ്. ഞങ്ങളുടെ പേഴ്സണൽ ഡ്രൈവറാണ്. ഞങ്ങളുടെ ഡ്രൈവറിന്റെ വൈഫ്. ഇത് ലിജി. ഹായ്. അർപ്പിത. ഇറ്റ്സ് മീ ജിപ്സ. ആക്ച്വലി ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു മണിക്കൂർ ദൂരം ഉണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കുന്ന ഒരു കൊച്ചി ഇവിടെ കുറേ വർഷമായിട്ട് വർക്ക് ചെയ്തതായിരുന്നേ. അപ്പോൾ അവൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നന്നായിട്ട് ഹെയർ കട്ട് ചെയ്ത് തരും. കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഇതാണ്. വലിയ ഷോപ്പൊന്നുമല്ല, പക്ഷെ നന്നായിട്ട് ഹെയർ കട്ട് ചെയ്യും. ഇവർ വർഷങ്ങളായിട്ട് ഇവിടെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ആ ടൗണിൽ നിന്ന് ഞങ്ങൾ 1 മണിക്കൂർ ദൂരെ യാത്ര ചെയ്ത് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോക്കാണ്. ഒരാൾക്ക് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പ്ലാന്, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാണ് പ്ലാനിങ് ഒക്കെ മാറുമെന്നൊന്നും അറിയത്തില്ല. എനിവേ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളുണ്ടായിരുന്നു. ബാക്കി കാഴ്ചകളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാമേ. ബറാക്പൂരിൽ ആ ഇതിലോട്ട് കയറി കേട്ടോ. ഇനി മൊത്തം നമ്മുടെ നാട് പോലെ തന്നെ കാണുന്ന കുറേ വീടുകളും കുറേ സ്ഥലങ്ങളും റോഡും. പക്ഷെ നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ ഇപ്പം മച്ച് ബെറ്റർ ആയിട്ടോ. പക്ഷെ ഇതിപ്പം പഴയ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ റോഡ് പോലെയാണ്. നമ്മളിതൊരു നടന്ന സ്ഥലമല്ലേ പറയും. സ്നേഹയും ജീവിയൊക്കെ പറയും ഇത് കാണുമ്പോഴേ. അയ്യോ ഇപ്പോഴും ഉണ്ടോ ഈ കട? സത്യം, ഇപ്പോഴും വീടുണ്ടോ? ആ വീട് ഇവിടെ ഉണ്ടോ? ഞങ്ങൾ ഇതിലെ കൂടെ ഒക്കെ ഒത്തിരി നടന്നതാ. അങ്ങനെ ബറാക്പൂർ മെഡിക്കൽ സെൻറ്ററിലെത്തി. പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ, എന്തായാലും നേരിട്ട് കാണാൻ പറ്റി. ഇവിടെയാണ് ഞങ്ങളുടെ ജോബി ചേച്ചി, എൻ്റെ അനിയത്തിമാരും എൻ്റെ നാത്തൂനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. ഈ ബറാക്പൂർ മെഡിക്കൽ സെൻറ്ററിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ ഒരു സലൂണേ. ഞങ്ങളവിടെ ചെന്നു. പിന്നെ അവരോട് വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊക്കെ ചോദിച്ചതിന് ശേഷം ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐബ്രോയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അങ്ങോട്ട് തുരുതുരാ ഹെയർ കട്ടിങ് ആയിരുന്നു. ആദ്യം ഒരാളുടെ ഹെയർ കട്ടിങ് ചെയ്ത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ പുറകെ എല്ലാവരും തന്നെ ഹെയർ കട്ടൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് വഴിയെ കാണാമേ. നമുക്ക് പോവാം. അതായത് ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ ഈ ഒരു വഴിയും. അങ്ങനെ എൻ്റെ അനിയത്തിമാർ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ മുന്നിലെത്തിയ ഞാൻ എനിക്കൊരു ഇത്. ഇതാണ് എൻ്റെ അനിയത്തിമാർ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ. ഇതിന് ഫ്രണ്ട് നോക്കി, എന്താ ഇവിടെ കുറേ മലയാളികൾ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി ഇവിടെ ഇതിന് മണ്ടേ തന്നെ ഹോസ്റ്റലെല്ലാം സൗകര്യമുണ്ട്. എല്ലാവരും ഇവിടെ ആയിരുന്നു. എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീൽ. നോക്കാം നമുക്ക് ഇവിടെ ആരും ഇവിടുത്തെ ഡോക്ടറൊക്കെ ഇപ്പം എവിടെ യൂസ് ചെയ്യും, അവിടെ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം ആരും ഉണ്ടോന്ന്.
ലെറ്റ്സ് ഗോ. നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അവിടുത്തെ മെയിൻ ഡോക്ടർ ഇതിൻ്റെ ഓണർ ഉണ്ടായിരുന്നു, ഡോക്ടറെ കണ്ട് സംസാരിച്ചു ഒന്ന് പോന്നു. ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരാളുടെ ഹെയർ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഒരാൾ സെറ്റിലായി. ഇനി അടുത്ത ആൾ ലിജിയുടെ ഹെയർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ലിജിയുടെ ഒരു പ്ലാനിങ്ങിലും ഇല്ലായിരുന്നു ലിജിയുടെ ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരെയും കണ്ടപ്പോൾ ലിജിക്ക് കട്ട് ചെയ്യണം. അങ്ങനെ ലിജിയുടെയും ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഹെയർ കട്ടൊക്കെ ചെയ്തപ്പോൾ എനിക്കും ഒരാഗ്രഹം എൻ്റെയും ഹെയർ കട്ട് ചെയ്യാമെന്ന്. എൻ്റെ കട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഒന്ന് ഷേപ്പാക്കി വിടാമെന്ന് ഓർത്തു. അങ്ങനെ ഞാനും ഹെയർ വാഷൊക്കെ ചെയ്ത് ഞാനും ഹെയർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ജിപ്സ് ഫൈനലി വെട്ടുന്നില്ല എന്ന് പറഞ്ഞ ജിപ്സ് ലാസ്റ്റ് മുടി വെട്ടാനായിട്ട് കയറി ഇരുന്നിട്ടുണ്ട്. ഇതിന് ഇറങ്ങി വരുമ്പോൾ ഏത് സ്റ്റൈൽ വരുമെന്നുള്ളത് അറിയില്ല. ഒരാൾ ഹെയർ ചെയ്യാൻ വന്നത് എല്ലാവരും ചെയ്തു. ഇതാ വന്ന ഓരാണോ നോക്കി. ആർക്കെങ്കിലും മുടി വെട്ടണമെങ്കിൽ ഇവിടെ ഒരു നല്ല അഫോർഡബിൾ പ്രൈസാണ് എല്ലാം മുടി വെട്ടുന്നതിന്. മുടിയും വാക്സും എല്ലാം ചെയ്തു കൊടുക്കും. താങ്ക് യു വീണ, ബൈ ബൈ. അങ്ങനെ ഹെയർ കട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുവാണ്.